അങ്ങനെ അനിലിന്റെ അവരാത് രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു പാർട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഒക്കെയാണ്. അതുകൊണ്ട് അത് കണ്ട് നെഞ്ചുവേദന എടുത്തവർ ഇതും വീണ്ടും കാണുക. ഇതിലും നെഞ്ചുവേദന എടുക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം ഹാർട്ട് ടച്ചിങ് ആണ്. അങ്ങനെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഇന്നും അനിലിന്റെ അപരാധം കാണാൻ ഇവനും ഉണ്ട്, അതെ ഇവനും ഉണ്ട്. അപ്പൊ ഇവ രണ്ടും നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്ന് കാണാം, ഒരുമിച്ച് നെഞ്ചുവേദന എടുക്കാം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ കയറി കാണുക. അല്ലെങ്കിൽ വലിയ മെനക്കേടൊന്നും നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ ഈ വീഡിയോക്ക് തൊട്ട് മുന്നേ ആ വീഡിയോ ആയിരിക്കും കിടക്കുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. എന്താ ഇതിലുണ്ട് ബെറ്റർ എക്സ്പീരിയൻസ്, ഹെഡ്സെറ്റ് കുത്തി കയറ്റ്. ഓ ഭാഗ്യ ആ ഉടുപ്പങ്ങ് മാറ്റിയല്ല. എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതെടുത്തത്. ഞാൻ ഉടുപ്പ് മാറ്റിയില്ല ഏട്ടാ, മറ്റേ ഉടുപ്പ് മാറ്റി. അതുകൊണ്ടാണ് പോയത്, അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ അല്ല. ഞാൻ തെറ്റിയിരിക്കല്ലേ പ്ലീസ്. കുഴപ്പമില്ലടാ, നീ എന്റെ സുഹൃത്തല്ലേ. എടാ, ഇതെന്റെ മറ്റൊരു സുഹൃത്താണ്. ഇവനാണ് മരണത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത്. നീ എന്താടാ പറയുന്നത്? ഞാൻ നിന്നെ രക്ഷിച്ചു, നീ എന്നെ അല്ലേടാ രക്ഷിച്ചത്. ഡയലോഗ് പറഞ്ഞു. നീ അമേരിക്കയിൽ ജോലി വാങ്ങിച്ചതെന്ന് നീ അല്ലേടാ? അതൊക്കെ എന്തിനാടാ നീ ഇപ്പോൾ പറയുന്നത്? കറക്റ്റ് സമയത്ത് ഞാൻ ലീവിന് വന്നതുകൊണ്ട് നിന്നെ രക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പോട്ടെ, എനിക്ക് നാളെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. വായ്പാന്നുള്ളതാണ്. ശരിയടാ, അടുത്ത ലീവിന് കാണാം. ശരി, പോയിട്ട് വാ. ശരി, അടുത്ത ലീവിന് കാണാം. മഞ്ചാടി ലെവൽ സ്ലാങ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇതാണ് വേണ്ടത്. എനിക്ക് അവസാനമായി ആശയം ഒന്ന് കാണണം. നീ എന്റെ കൂടെ. എടാ പ്രാന്ത, അവൾ ഒന്ന് കെട്ടിയടാ. അഭിനയിക്കാൻ കൊണ്ട് കളഞ്ഞു കൊടുത്താൽ ഇവന്മാരെ. നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഇവിടുത്തെ വില്ലൻ ക്യാരക്ടറാണ്. അയാൾക്കെന്ന് പറഞ്ഞാൽ സൂപ്പർ പവറുണ്ട്. കാരണം വീടിന്റെ വെളിയിലുള്ള ആൾ വന്ന് നിന്നാൽ ഡോർ തുറക്കാതെ തന്നെ ആളാരെന്ന് അറിയാൻ പറ്റും. ഒന്നും കണ്ടു നോക്കുന്നത് വേണ്ട, ഡോർ തുറക്കുമ്പോൾ ആളെ കണ്ടു. ചിലർക്ക് മാത്രം കാണുന്ന ഒരുതരം സൂപ്പർ പവറാണ് കേട്ടോ ഇത്. നോട്ട് ദ പോയിന്റ്. എനിക്ക് ആശയം ഒന്ന് കാണണം. അവളെ വിളിക്ക്. അവളിവിടെ ഇല്ല, എവിടെ പോയി അതെനിക്കറിയില്ല. അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത വിഷ്ണു നീയല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചതല്ലേ അല്ലേ? ഞാൻ തന്നെ പറ്റിച്ചത്, ഞാൻ തന്നെ. എന്താടാ ഇപ്പോ? എനിക്ക് അവളെ കാണണം, അവളെ വിളിക്ക്. മാറിക്കടാ, അവളെ വിളിക്ക്. നാളെ ശേഷം നല്ലൊരു അടി കാണാൻ പോവുകയാണ് ഗൈസ്. കീപ് റെഡി. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ടടാ. അവന്റെ പോക്കണ്ട അറിയാം. എടാ ഒന്ന് മാറ കഴിയുന്നു. ഇഷ്ടപ്പെട്ടു. എടാ ബിനു, നീ എന്തിനാ അവന്റെ കൂടെ പോയി നിൽക്കുന്നത്? നീ എന്റെ സുഹൃത്തല്ലേടാ. എടാ അനിലേ, ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ബിസിനസ് ഇടാമല്ലോ. എനിക്ക് നിന്റെ ഡാഡിന്റെ കൂടെ അമേരിക്കയിൽ പോകണ്ടല്ലോ. എടാ നീ എന്റെ സുഹൃത്തല്ലേടാ. നീ എന്നെ ചതിച്ചല്ലേ? എടാ ദ്രോഹികളെ.
അത് ഒന്നുകൂടെ കാണിച്ചു. സുഹൃത്തല്ലേടാ, നീ എന്നെ ചതിച്ചല്ലേ എടാ ദ്രോഹികളെ. അമ്മാരി ഇടിയല്ലേ അടിച്ച തല രണ്ടിടത്ത് പിളർന്നു പോയില്ലെങ്കിലേ ഉള്ളൂ. നമുക്ക് നോക്കാം അവൻ എന്ത് പറ്റി നോക്കാം. എടാ ദുഷ്ടന്മാരെ, ദൈവം ചോദിക്കും. ജാമല്ല ചോര, തികച്ചും ഒറിജിനാലിറ്റി. ഓക്കെ, അത് തന്നെ അവൻ്റെ അണ്ണായി കൊണ്ടാണ് കയറ്റിയത് ക്യാമറ. ഓ, ഒന്ന് മാറും. ഓക്കെ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഛായാഗ്രഹണം, ചിത്ര സംയോജനം, സംഗീതം, പാടിയത് ആര് പാടിയതിന്? സംവിധാനം, ഛായാഗ്രഹണം. ഇതെന്തെങ്കിലും ഇത് എടുത്ത ആൾക്കും ചെയ്ത ആൾക്കും അഭിനയിച്ചവർക്കും എല്ലാവർക്കും നല്ല വിവരമുണ്ട്. JK. അതെ, ബാഹുബലി 3 ഇറങ്ങുവാണെങ്കിൽ ഇയാളെ വെച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അമ്മാരി ഫ്രെയിംസ് അല്ലേ ഇതിലൊക്കെ കണ്ടു വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെയായാലും ഈ വീഡിയോ ഒഫീഷ്യൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എല്ലാം കൊടുത്തേക്കാം. നിങ്ങൾ വേണേൽ പോയി കണ്ടു നോക്കുക. ആൻഡ് എന്തൊക്കെയായാലും മറ്റ് ഷോർട്ട് ഫിലിംസ് പോലെ അത്ര ബോറടിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ നമ്മളെ തൊയ്യും കുരിഞ്ഞു പോകും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയൊരു വീഡിയോ കാണും വരെ